ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലായിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ എന്റെ കയ്യിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ട്, സർവീസ് ചെയ്ത് തരും. എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ട്, അത് നന്നാക്കി തരും. ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബോക്സ് അടിച്ചു തരുമോ, ഓഫർ സർവീസ് ചെയ്യോ, അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ അതിന് എന്താ ചെയ്യാച്ചാല് ഞാൻ കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് അറിയും മാക്സിമം ഈ സംശയങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലൊന്നും സംശയം ചോദിക്കുക. അതായത് നമ്മുടെ ചാനലിന് എല്ലാ വീഡിയോസിനും വാട്സപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ ഇട്ടതിന്റെ പേരിൽ എനിക്ക് നന്നാക്കി ചീത്ത അയക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഈ വാട്സപ്പ് നമ്പർ ഇട്ടത് എന്തിനാന്ന് ചോദിച്ചിട്ടാണ് ഈ ചീത്ത വിളി. നേരിട്ട് വിളിച്ചാ ചീത്ത പറയുന്നത്, വാട്സപ്പിലായിട്ടും വോയിസ് കോൾ ആയിട്ടും വിളിച്ചാ ചീത്ത പറയുന്നത്. നിങ്ങൾ ഒരുപാട് പേര് വിളിച്ചിട്ട് പലപ്പോഴും ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പൊ അതിന് കാരണം അതിന്റെ അടിയിൽ ആ നമ്പർ ഇട്ടതാണല്ലോ. അപ്പൊ ചിലർ സംശയം ചോദിക്കാനാണ് വിളിക്കുന്നത്, ചിലർ സർവീസിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. ഇന്ന് പോലും ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് പോലും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ചിലർ വന്നിട്ട് ഇവിടെ എന്റെ അടുത്ത് വന്നിട്ട് സർവീസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിക്കും, ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുക്കും, അവർ വന്ന് സർവീസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് പലപ്പോഴും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വാട്സപ്പ് നമുക്ക് എപ്പോഴും അങ്ങനെ തുറക്കാൻ കഴിയില്ല. കാരണം കൊണ്ടുപോകാൻ മെസ്സേജുകളുണ്ട്. ഞാനൊരു 15-20 എണ്ണം കഴിയുമ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും സമയം ചിലർ സംസാരിക്കാനുണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചാറ്റിലൂടെ ഇങ്ങനെ പറഞ്ഞ് ചെയ്ത് അതായത് ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാനുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫോൺ കോൾ വരും. അപ്പൊ അവരൊക്കെ തന്നെ ഇതുപോലെ വാട്സപ്പിലൂടെ വിളിച്ചിട്ടാണ് വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വന്നവരുണ്ട്, അങ്ങനെ രണ്ട് തരത്തിൽ കൂടിയും വന്നവരുണ്ട്. അപ്പൊ അത് രണ്ടും ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണല്ലോ അവർ വന്നത്. അപ്പൊ അവരിപ്പോ ഇത് കേൾക്കേണ്ടവർക്ക് അറിയാം, ഞാൻ കള്ളത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ സത്യം പറയുന്നു. അപ്പൊ അത് അവര് ആ ഒരു സമയത്തിനുള്ളിൽ കിട്ടിയ ആളുകൾക്ക് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് അവരുടെ സർവീസ് എന്താണോ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം ഇത്ര സമയം ഒരു വാട്സപ്പിൽ നോക്കാനൊക്കെ പറ്റുമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വാട്സപ്പിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിന്റെ സമയം വേണം. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മളെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിനുള്ള സമയം വേണം. അപ്പൊ അതുകൊണ്ട് സംശയം ചോദിക്കുന്നവർ അതാ ഞാൻ പറഞ്ഞു, മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ സംശയങ്ങൾ ചോദിക്കുക. വാട്സപ്പ് നേരിട്ട് അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഞാനത് ആ ജോയിൻ ബട്ടണിൽ ഇട്ടിട്ടുണ്ട് വാട്സപ്പ് നമ്പർ. അപ്പൊ ആ ജോയിൻ ബട്ടൺ നാളെ രാവിലെ മുതൽ അപ്ഡേറ്റ് ആവും. ഇന്ന് ഈ ഞായറാഴ്ച വീഡിയോ ഇട്ട് തിങ്കളാഴ്ച മുതൽ ആ വാട്സപ്പ് നമ്പർ ജോയിൻ ബട്ടണിൽ ഉണ്ടാവും. അപ്പൊ ആ നമ്പർ വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അത് അങ്ങനെയുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട ആവശ്യമുള്ളവർ മാത്രമേ അതിൽ കൂടെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോ അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അത് ഞാൻ നേരിട്ട് തന്നെ നിങ്ങൾക്ക് കോളായിട്ടും ചെയ്യാം, അതല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് കൂടെ തന്നെ ബന്ധപ്പെടുക. അങ്ങനെ വെച്ചാൽ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷെ സംശയം ചോദിക്കുന്നവർ മാക്സിമം ഇൻസ്റ്റാഗ്രാം കൂടെ തന്നെ ചോദിക്കുക. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു മാറ്റം വരുത്തിയത്. വാട്സപ്പ് നമ്പർ മാറ്റിയിട്ടുണ്ട്. ഇനി ആ വാട്സപ്പ് നമ്പറിൽ ബുദ്ധിമുട്ടാണ്, കാരണം വളരെ പ്രശ്നമായി പോയി ആ നമ്പർ. കുറെ പേര് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വിളിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ കഴിയുന്ന കട്ട് ചെയ്ത് ഒഴിവാക്കിയിരുന്നു. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെയും പറയാണ്, സംശയം ചോദിക്കാനുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ സംശയം ചോദിക്കുക. ഞാൻ എന്തായാലും ഒരാഴ്ചക്കുള്ളിലെങ്കിലും ഞാൻ ആൾക്ക് റിപ്ലൈ ചെയ്യും. കാരണം അത്രയും സമയം കിട്ടുള്ളൂ, അതുകൊണ്ട് പറയാം. പിന്നെ വാട്സപ്പിൽ ഈ വഴി വരികയാണെങ്കിൽ, ആ നമ്പർ പുതിയ നമ്പറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും അതിലൂടെയുള്ള കാര്യങ്ങൾ നേരിട്ട് അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റിന്റെ ഒക്കെ ഒരു ഡിലേ വന്നാലായി അതിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. അതെന്തായാലും ഞാൻ ചെയ്യും. അപ്പൊ കാരണം അത് നമുക്ക് വളരെ ഒഫീഷ്യലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരു ആവശ്യം ആയതുകൊണ്ടായിരിക്കാം ആ വാട്സപ്പ് കൂടെ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ സർവീസ് താല്പര്യമുള്ളവരും അങ്ങനെ അസംബ്ലിങ് ഏത് തരം സർവീസ് ആയാലും, ഓഡിയോ വീഡിയോ അല്ല, TV അല്ല, LED TV അല്ല, ഓഡിയോ മാത്രം ചെയ്യാൻ താല്പര്യമുള്ളവർ കൊണ്ടുവരാം. അപ്പൊ ആദ്യം നിങ്ങൾ കാര്യങ്ങൾ അറിയിച്ചാൽ നമുക്ക് അത് സമയം പറഞ്ഞിട്ട് ആ സമയമാകുമ്പോൾ നിങ്ങൾ വന്നാൽ മതി. ഇന്നലത്തെ വീഡിയോയിൽ പോലും ഉണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നുള്ള പരാതി. ഇന്നലത്തെ വീഡിയോയുടെ കമന്റ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഫോൺ വിളിച്ചാൽ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെയാണ്. അപ്പോ ആ ലാസ്റ്റ് ഒരു 71 വരുന്ന നമ്പറാണ് ഞാൻ ഒഴിവാക്കിയുള്ളത്. ഞാൻ വേറൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പായിട്ട്. അത് വാട്സപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നാളെ രാവിലെ മുതൽ തിങ്കളാഴ്ച മുതൽ അത് ഓക്കെ ആവും. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ എന്തായാലും വരിക. പെട്ടെന്ന് ഇപ്പോ വാട്സപ്പിൽ കൂടി കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ആദ്യത്തെ ഒരു തിങ്കൾ ചൊവ്വ വരെ ഞാൻ ആ ലൊക്കേഷൻ വിട്ടുതരാം. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വരും. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഓഡിയോ മാത്രം കൊണ്ടുവരാം. സൗണ്ട് ഏത് തരത്തിലുള്ളതും മാക്സിമം ഞാൻ അവിടെ ചെയ്യും. എല്ലാം കഴിയുന്നല്ല, മാക്സിമം എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കഴിയുന്ന മാക്സിമം എത്ര കഴിയുന്നു നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്യും. പിന്നെ ഡിലേ ഉണ്ടാവും. ആ ഡിലേ എന്തായാലും വരും. അതായത് ദിവസം ഒരു ഇത്ര എണ്ണം എന്നൊക്കെ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യാൻ എന്തായാലും നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ഡിലേകൾ വെച്ചിട്ടാണ് ഞാൻ സർവീസ് എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ പെട്ടെന്ന് കഴിയുന്ന സർവീസാണ്. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ, 1/2 മണിക്കൂർ കൊണ്ടൊക്കെ കഴിയുന്ന സർവീസാണ് അപ്പൊ തന്നെ ചെയ്യും. അതല്ല വെക്കേണ്ടതാണെങ്കിൽ, സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ, സ്പെയർ വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഉണ്ടാക്കാൻ അസംബ്ലി ആണെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ, അതൊന്നേൽ നിങ്ങൾ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ തന്നെ അത് വാങ്ങിത്തരിക, അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള അഡ്വാൻസ് തരിക. ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്റെ കയ്യിൽ യാതൊരുവിധ സ്റ്റോക്ക് ഇപ്പൊ ഇല്ല. അപ്പോൾ ഞാനെല്ലാം പുതിയത് എടുത്താൽ ചെയ്യാം. അതാത് സമയത്ത് ആവശ്യം അനുസരിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത് ഒന്നുകിൽ നിങ്ങൾ വാങ്ങിത്തരിക, ആ വരുന്നവരാരെയല്ല അവർ വാങ്ങിത്തരിക, അല്ലെങ്കിൽ
വാങ്ങാനുള്ള അഡ്വാൻസ് തരും. അപ്പൊ ഈ 2 രീതിയിലാണ് ഞാനിപ്പോ ഒരു മാറ്റം ഈ നമ്മുടെ സർവീസ് ഫീൽഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും അത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു, അപ്പൊ സഹകരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെ പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അതായത് അപ്ഡേറ്റ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് അതുപോലെ അത് മാറ്റി ചിന്തിക്കാം. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.